ഹായ്. നല്ല ആരോഗ്യത്തിൻ്റെ 4 പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽസിനെ പറ്റി 4 പില്ലറുകളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇ ഫോർ എക്സസൈസ്, എ ഫോർ ആറ്റിറ്റ്യൂഡ്, ആർ ഫോർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, എൻ ഫോർ ന്യൂട്രീഷൻ. ഈ 4 കാര്യങ്ങൾ 2 കാര്യങ്ങൾ നമ്മൾ ഇ ആൻഡ് എ എക്സസൈസും ആറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, നല്ല ഉറക്കവും വിശ്രമവും കിട്ടുന്നതിനെ പറ്റിയാണ്. നല്ല രീതിയിലുള്ള ഉറക്കവും വിശ്രമവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൽ വേറെ തർക്കങ്ങളുടെ കാര്യങ്ങളൊന്നുമില്ല. കാരണം നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം രാത്രി കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേന്നത്തെ ലൈഫ് നമുക്ക് ശരിക്കും ഇറ്റ്സ് എ മിയർ വേസ്റ്റ് അല്ലേ. ഒരു തരത്തിൽ നമുക്ക് ആ ഹാങ് ഓവർ പലപ്പോഴും നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളിലും അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അനുഭവത്തിലറിയാം. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് രാത്രിയത്തെ ഉറക്കം. ബ്രെയിനിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് വരണമെങ്കിൽ, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കൃത്യമായ നല്ല രീതിയിലുള്ള ബ്രെയിൻ വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്കൊരു കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഈ ഉറക്കം വളരെ നിർണായകമാണ്. കൃത്യമായ ഉറക്കം നല്ല രീതിയിലുള്ള ഒരു 6 to 8 hours ഉറങ്ങണമെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യശാസ്ത്രം അനുശാസിക്കുന്നത്. ആ രീതിയിൽ കൃത്യമായി എന്താണ് ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഉറക്കത്തിൻ്റെ ആവശ്യകത ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡിയുടെ മെയിൻ്റനൻസിൻ്റെ സമയമാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് സെൽസൊക്കെ മെയിൻ്റനൻസ് മോഡിലേക്ക് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള റിപ്പയറിങ് ചെയ്യാനുള്ള ആ മോഡിലേക്ക് മാറുന്നത് നമ്മൾ ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ റെസ്റ്റ് വളരെ നിർണായകമാണ്. ഉറക്കൊഴിഞ്ഞ് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് പലപ്പോഴും സംഭവിക്കാവുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ആ ടോട്ടൽ ആരോഗ്യത്തിന് വളരെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഉറക്കം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്ലൂ ലൈറ്റ്സ്, നമ്മളിപ്പോൾ ഡിവൈസസിനെ മൊബൈൽ ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും ടാബ്ലറ്റ് ആയാലും ഇത്തരം ഡിവൈസ്, TV സ്ക്രീന്, ഇതൊക്കെ നമുക്ക് ഉറങ്ങുന്നതിൻ്റെ കുറേ മുമ്പ് തന്നെ ഡിറ്റാച്ച് ചെയ്യാം. ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇതുമായിട്ടൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി ഉറങ്ങുന്ന സ്ഥലം വളരെ വൃത്തിയുള്ളതും ക്വയറ്റും കുറച്ച് ഒരു നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ റെഗുലറായിട്ട് ഒരേ സമയത്ത് ബെഡിലേക്ക് പോകാൻ ശ്രമിക്കുക. എഴുന്നേൽക്കുന്നത് കൃത്യമായിട്ട് ഒരേ സമയത്ത് എഴുന്നേൽക്കുക. ഇത് തന്നെ നമ്മൾ ആ ഒരു റിഥം കറക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്വാഭാവികമായ രീതിയിൽ നല്ല ഉറക്കം പ്രദാനം ചെയ്യും. മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാതെ ബെഡ്റൂമിലേക്ക് പോവുക. മാക്സിമം ഈവൻ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. രാത്രി TV കാണുന്ന ശീലമുണ്ടായിരുന്നൊരു സമയത്ത് TV ലാസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് കോമഡി സീൻസ് കാണും. സിനിമയിലൊക്കെയുള്ള കോമഡി സീൻസുള്ള പ്രോഗ്രാം എടുത്ത് സെലക്ട് ചെയ്തിട്ട് അത് കണ്ടിട്ട് കിടക്കണം. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വായിക്കാൻ ശ്രമിക്കുക. കുറച്ച് നല്ല നല്ല ഓഡിയോസ് കേൾക്കാം. ഇതൊക്കെ റിലേറ്റഡ് ആണ്. നമുക്ക് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നല്ല ഓഡിയോസൊക്കെ കേൾക്കണം, പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഉറക്കത്തിനും നല്ലതാണ്. ചില ആൾക്കാർക്കുണ്ട് പുസ്തകം കണ്ടാൽ ഉറക്കം വരുന്നത്. ഗുഡ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ ഉറങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് നേരത്തെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുമെങ്കിൽ ബെസ്റ്റ്. പുസ്തകം ബെഡിലേക്ക് വെച്ചുകൊണ്ട് തന്നെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ നേരെ ഉറക്കത്തിലേക്ക് പോകാൻ പറ്റും. നല്ല ഉറക്കം കിട്ടാനുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ നമ്മൾ സ്വാംശീകരിച്ചെടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നല്ല ഉറക്കം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബോധപൂർവമായ ഇടപെടലുകൾ അതിനുവേണ്ടി നടത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിലൊരു നല്ല ഉറക്കം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യത്തിൻ്റെ 4-1 ശരിയായി എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ആ രീതിയിൽ നല്ല ഉറക്കം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.